എല്ലാവരും പൊതുവെ സംസാരിക്കുന്നൊരു ടോപ്പിക്കാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷനെ കുറിച്ചിട്ട്. എന്നാൽ പലരും അറിയാതെ പോകുന്നതോ അല്ലെങ്കിൽ അധികം ആരും സംസാരിച്ച് കേട്ടിട്ടില്ലാത്തതോ ഒരു ഭാഗമാണ് പ്രീനാറ്റൽ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഗർഭിണിയായ സ്ത്രീയിൽ കണ്ടുവരുന്ന ഫിയർ, ഇറിറ്റബിലിറ്റി അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യക്കുറവ്, ഇമോഷണലി ഡൗൺ ആവുക, പെട്ടെന്നുള്ള കരച്ചിൽ, കാര്യങ്ങൾ, ഇതൊക്കെയാണ് സാധാരണയായിട്ട് പ്രീനാറ്റൽ ഡിപ്രഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണാറുള്ളത്. ഹായ്, ഞാൻ അർഷ ഫാത്തിമ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്, ഹെയ്ലൻ ഹാപ്പിനെസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് പ്രീനാറ്റൽ ഡിപ്രഷൻ്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു ലേഡി ഉണ്ടായിരുന്നു, ആളുടെ സെക്കൻഡ് പ്രഗ്നൻസി ആയിരുന്നു. ആ ഒരു ടൈമിനാണ് ആൾ മീറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ എനിക്ക് ഒന്നിനും പറ്റുന്നില്ല, എന്നെ കൊണ്ടൊന്നും വയ്യ എന്നുള്ള രീതിയിലായിരുന്നു ആൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കുന്ന സമയത്താണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആളുടെ സെക്കൻഡ് പ്രഗ്നൻസി ആയിരുന്നു. അപ്പോൾ ആളുടെ മൂത്ത കുട്ടിയായിട്ടുള്ള ആ ഒരു കണക്ഷനൊക്കെ ഇപ്പം വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ കുട്ടിയോട് സംസാരിക്കാൻ പറ്റുന്നില്ല, രാത്രിയാണെങ്കിലും മറ്റും ആളെനിക്ക് ഉറക്കാനൊന്നും പറ്റുന്നില്ല. ആളെൻ്റെ കൂടെ തന്നെയായിരുന്നു എല്ലാ ടൈമും. പക്ഷേങ്കിൽ ഇപ്പോൾ ആ ഒരു കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഞാൻ കുട്ടിയോടൊക്കെ വെറുതെ ഒരാവശ്യമില്ലാത്ത രീതിയിലൊക്കെ ഞാൻ ദേഷ്യം കാണിക്കാറുണ്ട്. എനിക്ക് പണ്ടത്തെ പോലെ എൻ്റെ കുട്ടിയെ നോക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കുറ്റബോധവും എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ എന്നെക്കൊണ്ടത് പറ്റുന്നില്ല എന്നുള്ളത് ഇപ്പോൾ ഒരു സത്യമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റൊന്നാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൾക്ക് വല്ലാത്ത ദേഷ്യം വരും. ഇപ്പോൾ എന്ത് കാര്യത്തിലാണെങ്കിലും സൗണ്ട് കേട്ടാലോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ പോലും എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നറിയാതെ ചിലപ്പോൾ ദേഷ്യത്തോടെ ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുക. ഒരു കാര്യം തന്നെ 1-2 വട്ടം കേട്ടാൽ പോലും എനിക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടാകുന്നുണ്ട്. ഇപ്പോൾ ഹസ്ബൻഡാണെങ്കിലും അല്ലെങ്കിൽ ഫാമിലി ബാക്കിയുള്ള മെമ്പേഴ്സ് ആണെങ്കിലും ആരെങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാലൊക്കെ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് സങ്കടം വരുന്നുണ്ട്. എന്തിനാണ് ഞാനിങ്ങനെ സങ്കടപ്പെടുന്നത് അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് റീസണോ കാര്യങ്ങളോ ഒന്നുമില്ല, വെറുതെ ഇരുന്ന് കരയാണ് ഞാൻ എന്നുള്ള രീതിയിലും ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചില സമയത്ത് ആൾക്കാരൊക്കെ ഇനി ഓക്കെ അല്ലേ എന്ന് ചോദിച്ചാൽ ഇതെങ്ങനെയാണ് പറഞ്ഞ് ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഓക്കെയാണ്. അല്ലെങ്കിൽ പലപ്പോഴും എനിക്ക് ആൾക്കാരോടൊന്നും സംസാരിക്കാൻ ഇപ്പം തോന്നാറില്ല. അതുകൊണ്ട് ഞാൻ ഓക്കെ ആണ് എന്നും പറഞ്ഞിട്ട് ആ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഞാൻ മാറി നിൽക്കാറാണ് പതിവ് എന്ന് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ആളുടെ ഹസ്ബൻഡ് നോക്കുകയാണെങ്കിലും എനിക്ക് എല്ലാം ചെയ്തു തരുന്നുണ്ട്. എൻ്റെ മോളുടെ കാര്യങ്ങളാണെങ്കിലും എല്ലാം ചെയ്തു തരുന്നുണ്ട്. എല്ലാ കാര്യത്തിലും ആൾ ഓക്കെയാണ്. ആളുടെ ഭാഗത്തൊന്നും അത്ര പ്രശ്നമൊന്നുമില്ല. പക്ഷേങ്കിൽ ആളെനിക്ക് വേണ്ട വിധത്തിൽ അത്ര ഇമോഷണലി സപ്പോർട്ടീവായിട്ട് ആൾ നിൽക്കുന്നില്ല എന്നുള്ള തോന്നലും ഉണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഒരു ഓവറായിട്ട് ഞാൻ ചിന്തിച്ച് കൂട്ടുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേങ്കിൽ ഇതൊന്നും മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുന്ന സമയത്ത് ഹസ്ബൻഡ് പറയും, ഇല്ല എനിക്ക് തോന്നലാണ്, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പറയുന്ന സമയത്ത് എൻ്റെ ഫീലിങ്സൊക്കെ ഒന്നുകൂടെ ബുദ്ധിമുട്ടാവുകയാണ് എന്നുള്ളതും ആൾ ചിന്തിക്കുന്നില്ല. എനിക്ക് ഒരു ടൈമിൽ എന്താ പറ്റുന്നതെന്ന് എനിക്കൊരാളോട് പറഞ്ഞ് എങ്ങനെയാണ് പ്രതിഫലിപ്പിക്കേണ്ടതെന്ന് എനിക്ക് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയായി പോയിട്ടുണ്ട് എന്ന് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ആളെ നോക്കുകയാണെങ്കിൽ രാവിലെ എണീച്ചാലും ഭയങ്കര ക്ഷീണമാണ്, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ഫുൾ സമയം കിടക്കൽ മാത്രമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ മക്കളെ നോക്കണം അല്ലെങ്കിൽ മോളെ നോക്കണം, ഹസ്ബൻഡിനെ നോക്കണം, അങ്ങനെ എൻ്റെ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും എനിക്കൊന്നും ഇപ്പം ചെയ്യാൻ ഒന്നിനോടും ഒരു താല്പര്യം വരുന്നില്ല. എല്ലാം ഇട്ടെറിഞ്ഞിട്ടെങ്കിലും ഒന്ന് പോയാൽ മതി എന്നുള്ള തോന്നലാണ്. പക്ഷെ എനിക്കറിയാം അതൊന്നും നടക്കൂല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. എനിക്കൊന്നും പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നലും എന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇപ്പോൾ ആളുടെ ഒരു ഉറക്കം നോക്കുകയാണെങ്കിൽ സ്ലീപ്പൊക്കെ വല്ലാതെ ഡിസ്റ്റർബ്ഡായി കിടക്കുകയാണ്. രാത്രി ഉറങ്ങാൻ കിടന്നാലും ഓവർ തിങ്കിങ് വന്നിട്ടോ അല്ലെങ്കിൽ പെയിൻസും കാര്യങ്ങളൊക്കെ കൊണ്ട് ആൾക്ക് രാത്രി ഒന്നും കറക്റ്റായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അതും ആളെ വല്ലാതെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കൂടുതൽ സമയം ഉറങ്ങാതിരിക്കുമ്പോൾ ആൾ പിന്നീട് ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങും. എനിക്ക് ഇതൊക്കെ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുട്ടിയെ നോക്കുന്നുണ്ടോ, അങ്ങനെ പലതരത്തിലുള്ള ചിന്തകൾ ആളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്.
മറ്റൊന്ന് ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള ആൾക്കുള്ള പേടിയാണ്. ആൾക്കിപ്പോൾ ഇപ്പോഴുള്ള കുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ ഇനിയിപ്പോൾ വരാനുള്ള കുട്ടിയാണെങ്കിലും 2 കുട്ടികളെ ഞാൻ എങ്ങനെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകും, എന്നെക്കൊണ്ട് അത് പറ്റുമോ, അങ്ങനെയുള്ള തോട്ട്സും ആൾക്കുണ്ട്. പിന്നെ ഇപ്പം തന്നെ എനിക്ക് എൻ്റെ മൂത്ത ആളെ നോക്കാൻ പറ്റുന്നില്ല എന്നുള്ള കുറ്റബോധം ഉള്ളതുകൊണ്ട് തന്നെ ഞാനൊരു നല്ല അമ്മയാണോ, എനിക്കിത് നല്ല അമ്മയാവാൻ പറ്റുമോ, അത്തരം രീതിയിലുള്ള ചിന്തകളും ഈ ഒരു ലേഡിയുടെ മനസ്സിൽ നല്ല ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ലേഡിയുടെ കാര്യം നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആൾക്ക് ഈ ഒരു പ്രീനാറ്റൽ ഡിപ്രഷൻ്റെ സിംറ്റംസ് ആണ് കാണിച്ചു തുടങ്ങിയിട്ടുള്ളത്. അതായത് ഗർഭാവസ്ഥയിലുള്ള ഒരു അമ്മക്ക് ഉണ്ടാവുന്ന ഡിപ്രഷൻ്റെ ചില സിംറ്റംസ് ആണ് ആൾക്ക് കാണിച്ചു തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിംറ്റംസ് എന്ന് പറയുന്ന സമയത്ത് പ്രധാനമായിട്ടും ഇത്തരം ആൾക്കാരിൽ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ അത്ര താല്പര്യം ഇവർക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ ഡെയിലി ലൈഫിലാണെങ്കിലും മറ്റും അവർക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യം നല്ല രീതിയിൽ കുറഞ്ഞു വന്നിട്ടുണ്ടാവും. മറ്റൊന്നെന്ന് പറയുകയാണെങ്കിൽ പെട്ടെന്നുള്ള കരച്ചിലും മറ്റു കാര്യങ്ങളും, പ്രത്യേകിച്ചൊരു റീസണോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ പെട്ടെന്ന് ഇമോഷണലി ഡൗൺ ആവാനും കരയാനും ഒക്കെ ഉള്ള ചാൻസ് ഇവരിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരിക, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ ആ ഒരു ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കും അവർ. എങ്ങനെ ഇത് ഡീൽ ചെയ്യണം എന്നറിയാത്തതുകൊണ്ട് തന്നെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഇത്തരം ആൾക്കാരിൽ കാണാറുണ്ട്. സ്ലീപ്പ് ഇവർക്ക് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു അവസ്ഥയുടെ ബുദ്ധിമുട്ടുകൊണ്ട് ഉറക്കം വരാത്ത സ്ത്രീകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രീനാറ്റൽ ഡിപ്രഷൻ്റെ ഭാഗമായിട്ട് സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആയിട്ട് വരുന്ന ആൾക്കാരെയും നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ക്ഷീണം, വല്ലാത്ത ക്ഷീണമായിരിക്കും. ഇപ്പോൾ രാത്രി നല്ല രീതിയിൽ ഉറങ്ങിയിട്ടുണ്ടെങ്കിലും പകൽ നല്ല രീതിയിൽ ക്ഷീണം അനുഭവിക്കുന്ന വ്യക്തികളായിരിക്കും ഇത്തരക്കാരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്നതിലാണെങ്കിലും ഒന്നെങ്കിൽ ഫുഡ് അധികമായിട്ട് കഴിക്കാനുള്ള ഒരു പ്രവണത, അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നത് എന്താ വേണ്ട എന്നുള്ള തോന്നൽ ചിലരിലൊക്കെ കാണാറുണ്ട്. മറ്റൊന്നാണ് ഇവർക്ക് വരുന്ന ഫീലിങ്സ്. ഇപ്പോൾ ബേബിയുമായിട്ടുള്ള, അപ്പോൾ വയറ്റിലുള്ള ബേബി ആണെങ്കിൽ ആ ബേബിയുമായിട്ടുള്ള ഒരു കണക്ഷൻ ഇവർക്ക് കുറവായിട്ടൊക്കെ ഫീൽ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ ഒരു ഭാവിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ ഒരു അവസ്ഥയെക്കുറിച്ചിട്ട് ആലോചിച്ചിട്ടുള്ള ടെൻഷൻ കൊണ്ട് ഓവർ തിങ്കിങ്ങും മറ്റും ഇത്തരക്കാർക്ക് കൂടുതലായിട്ട് കാണാറുണ്ട്. ഇനി ഏതൊക്കെ അവസ്ഥയിലൂടെ പോകുന്ന ആൾക്കാർക്കാണ് ഈ ഒരു പ്രീനാറ്റൽ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലോട്ട് എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങളെന്ന് നോക്കുകയാണെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ്, നോർമലി പ്രഗ്നൻറ്റ് ലേഡീസിൽ ഹോർമോണൽ ചേഞ്ചസ് നല്ല രീതിയിൽ ഉണ്ടാവാറുണ്ട്. ആ ഒരു ചേഞ്ചസ് നമ്മുടെ മൂഡിനെയൊക്കെ എഫക്റ്റ് ചെയ്തിട്ട് ഈ ഒരു അവസ്ഥയിലോട്ട് ലീഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. മറ്റൊന്നെന്ന് പറയുന്നത് ഇവർക്ക് ഈ ഒരു ടൈമിൽ ഉറക്കവും മറ്റും, ഇവരുടെ ഈ ഒരു കണ്ടീഷൻ്റെ ഭാഗമായിട്ട് തന്നെ ഉറക്കവും മറ്റും കുറഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ഇവരുടെ ഇമോഷനെ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തിനെ ഡൗൺ ആക്കാനും ആ ഒരു കാരണം കൊണ്ട് ഈ ഒരു പ്രീനാറ്റൽ ഡിപ്രഷൻ്റെ എന്ന കണ്ടീഷനിലോട്ട് എത്താനുള്ള ചാൻസും കൂടുതലായിട്ട് കാണാറുണ്ട്. ഇനി ഇപ്പോൾ ഇമോഷണലി അത്ര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഹസ്ബൻഡ് അല്ല കൂടെയുള്ളത്, പാർട്ട്ണർ അല്ല കൂടെയുള്ളത് എന്നുണ്ടെങ്കിലും ഈ ഒരു അവസ്ഥയിലോട്ട് വരാറുണ്ട്. ഇനിയിപ്പോൾ മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ചിട്ടുള്ള പേടി, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടുള്ള പേടി. ഇപ്പോൾ ഒരു ഫസ്റ്റ് ടൈം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡി ആണെങ്കിൽ ഒരു കുട്ടിയെ ഞാനിനി എങ്ങനെയാണ് നോക്കുക, അല്ലെങ്കിൽ ആ കുട്ടിയും വീട്ടിലുള്ള കാര്യങ്ങളും കൂടി എനിക്ക് നോക്കാൻ പറ്റും. ഇനിയിപ്പോൾ വർക്കിന് പോകുന്നൊരു ആളാണെങ്കിൽ ഇപ്പോൾ വർക്ക് ലൈഫും കുട്ടിയും എല്ലാം കൂടി എനിക്ക് നോക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള പേടി. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സെക്കൻഡ് ബേബി ആണെങ്കിൽ ആ സെക്കൻഡ് ബേബീനെയും ഫസ്റ്റ് ബേബീനെയും ഞാൻ എങ്ങനെയാണ് ഒപ്പരം നോക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചൊക്കെ ആലോചിച്ചുള്ള ഒരു പേടി ചിലരിൽ കാണാറുണ്ട്. അതും ഈ ഒരു അവസ്ഥയിലോട്ട് ലീഡ് ചെയ്യാറുണ്ട്. മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഈ ഒരു ടൈമിൽ വരുന്ന പ്രഷേഴ്സ്, ഇപ്പോൾ ഫൈനാൻഷ്യലി വരുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ഇവരുടെ കരിയറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നതാണെങ്കിൽ, ഇനി ചിലരിലൊക്കെ കരിയർ ഇനി ഉണ്ടാവുമോ എന്നുള്ള പേടി, അതായത് കുട്ടികളൊക്കെ ആയാളുടെ കരിയർ അവിടെ സ്റ്റോപ്പ് ആവുമോ എന്നുള്ളൊരു പേടിയും ഈ ഒരു സ്റ്റേറ്റിലോട്ട് എത്തിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രീവിയസ് ആയിട്ട് എന്തെങ്കിലും ട്രോമ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസി സമയത്തുള്ള എന്തെങ്കിലും ട്രോമയോ മറ്റോ ആൾക്കുള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ സെക്കൻഡ് പ്രഗ്നൻസി ടൈമിൽ ഈ ഒരു അവസ്ഥയിലോട്ട് എത്താനുള്ള ചാൻസ് കൂടുതലായിട്ട് കാണാറുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫിസിക്കലി ഭയങ്കര ഡൗൺ ആയിരിക്കും, അതായത് നമ്മുടെ ബോഡി ഭയങ്കര വീക്കായിരിക്കും, പലതരത്തിലുള്ള പെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടൊക്കെ ഈ ഒരു അവസ്ഥയിലോട്ട് വരാനുള്ള ചാൻസ് ചില സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണാറുണ്ട്.
ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെ പോകുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫോ പാർട്ട്ണറോ ആരെങ്കിലും പ്രഗ്നൻസി പീരീഡിൽ ഈ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ആൾക്ക് കുറച്ചുകൂടി ഒന്ന് സപ്പോർട്ടീവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ആളെ കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ ആൾക്കൊരു സപ്പോർട്ട് വേണമെന്ന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷനോ മറ്റോ ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ ഹെൽപ്പ് സീക്ക് ചെയ്യാനും മടിക്കേണ്ടതൊന്നുമില്ല. ഈ ഒരു കാര്യത്തിനെക്കുറിച്ചോ മറ്റോ എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്